ഹലോ, രാവിലെ എഴുന്നേറ്റ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് ആലോചിക്കുന്നവരാവില്ലേ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പീസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ പാൽപുട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളോ ഒന്നും ആവശ്യമില്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ്, നമ്മുടെ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നനച്ചെടുക്കുന്നത് നമ്മുടെ പാലിലാണ് കേട്ടോ. 2 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് പാല് എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ പാലെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് സ്വീറ്റ് ആവണം എന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചേർത്തിട്ട് അധിക സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വേവായതിനു ശേഷം മാത്രമാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് അത്യാവശ്യം തന്നെ നനവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരേ 1 കപ്പ് മാത്രം പാല് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു മിക്സും കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ നനവ്. അല്ലെങ്കിൽ 1 കപ്പിൽ കൂടുതൽ പാല് ചേർക്കുമ്പോൾ അതിൻ്റെ നനവ് കറക്റ്റ് ആവണമെന്നില്ല. നനവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പുട്ട് ഉണ്ടുകുത്തും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഏറ്റവും അവസാനം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ എൻ്റെ പുട്ടുകുറ്റിയുടെ ചില്ല് കാണാനില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുന്നത്. പക്ഷെ സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ സ്റ്റീം ചെയ്യുന്ന പാത്രമല്ലേ അതിലാണ് കേട്ടോ പുട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു കപ്പിൽ കുറച്ച് പൊടി എടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഇതുപോലെ വാഴയുടെ ഇല വെച്ച് കൊടുത്ത് നമുക്ക് 3-4 എണ്ണമൊക്കെ ഒരേ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പുട്ടുകുറ്റി ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഇതുപോലെ ചില്ല് കാണാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും സംഭവം സക്സസ് ആണ്. നല്ല രീതിക്ക് തന്നെ ആവി വന്ന് സാധനം വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫാൻ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. പിന്നെ മിക്ക കുട്ടികൾക്കും പുട്ട് കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. പാൽപ്പൊടിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ബൈ.